Yes, please, prayer start ചെയ്തോളൂ. എന്നെ വെയിറ്റ് ചെയ്യണമെന്നില്ല. You can start the class and lead the class also. Please. Okay, ma'am. ഞാനാണ്. എൻ്റെ പേര് ശ്രീതി. ഒരു മിനിറ്റ് മാം. അഖിലാണ്ട മണ്ഡലമണിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീന്നും സുരഗോള ലക്ഷങ്ങളണിട്ടു നിർത്തി അവികല സൗഹൃദ ബന്ധം പുലർത്തി അതിനൊക്കെ ആധാരസൂത്രമിണക്കി കുടികൊള്ളും സത്യമേ ശരണം നീ എന്നും അഖിലാണ്ട മണ്ഡലമണിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി. ഓക്കെ മാം. നൊസ്റ്റാൾജിക് പ്രയർ ആണല്ലേ. നമ്മുടെ പാരന്റ്സിനോട് ചോദിച്ചാലും അവർക്കും ഈ പ്രയർ ഉണ്ടായിരുന്നു കാണും. വെരി ഗുഡ്. ഓക്കെ, വാട്ട്സ് നെക്സ്റ്റ്? Sign in, ma'am. Okay. Good afternoon, ma'am. Good afternoon, all. I warmly welcome Jisha ma'am, who has come to take today's class, as well as all my classmates. I also wish that we all enjoy today's class and make it a wonderful learning experience together. Thank you, ma'am. Thank you all. Thought of the day: happiness is not by chance, but by choice, meaning we can choose to be happy by focusing on good things and positive mindset. Thank you. Okay, fine. So, നിങ്ങൾ റെക്കോർഡ് ബുക്ക് എല്ലാം വാങ്ങിച്ചു കഴിഞ്ഞു? മാം, അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്ന കാര്യം മാം ഓർമ്മിപ്പിക്കണോന്ന് പറഞ്ഞായിരുന്നു ഗൂഗിൾ ക്ലാസ് റൂമിൽ. ഞാൻ ക്വസ്റ്റ്യൻ ഇട്ടിട്ടില്ല. ക്വസ്റ്റ്യൻ ഇട്ടിട്ടല്ലേ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. യെസ് മാം, അത് ഓർമ്മിപ്പിക്കണോന്ന് പറഞ്ഞായിരുന്നു. താങ്ക് യു. ഓക്കെ, ഫൈൻ. സോ നമ്മൾ എവിടെ വരെ? വേറെ യൂണിറ്റ് 6 മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ. അത് സ്റ്റാർട്ട് ചെയ്തോ അതോ ഇൻട്രൊഡക്ഷൻ പോലെ പറയുമായിരുന്നു? സ്റ്റാർട്ട് ചെയ്തു മാം. പേജ് നമ്പർ 24 ആയിരുന്നു. ഞാൻ ഷെയർ ചെയ്തോ. ഓക്കെ, സോ യൂണിറ്റ് 6 മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ നമ്മൾ ഇതിലെവിടം വരെയായി എന്ന് പറയൂ. പേജ് നമ്പർ 24. അതില് മെന്റൽ ഹെൽത്ത് ആൻഡ് മെന്റൽ ഹൈജീനില് മെന്റൽ ഹൈജീൻ ആ പാരഗ്രാഫ് വായിച്ച്. ഇത് ആ ഒരു ടോപ്പിക്കിന്റെ സെക്കൻഡ് പേജിലെ ഫസ്റ്റ് പാരഗ്രാഫ് ആണോ? യെസ് മാം. പേജ് നമ്പർ 24 മെന്റൽ ഹെൽത്ത് ആൻഡ് മെന്റൽ ഹൈജീൻ. ആ പാരഗ്രാഫ് മാം കറക്ഷൻ ചെയ്ത് തന്നായിരുന്നു. മെന്റൽ ഹൈജീൻ ഹെഡിങ് കൊടുത്തിട്ട് ഒരു ചെറിയ കറക്ഷനും കൊടുത്ത് അതൊരാൾ റീഡ് ചെയ്തായിരുന്നു.
സോ നമ്മൾ മെന്റൽ ഹെൽത്ത് ആൻഡ് മെന്റൽ ഹൈജീനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കറിയാം മെന്റൽ ഹെൽത്തിലേക്ക് എത്താനുള്ള ഒരു റൂട്ട്, വഴി, ആ ഒരു മാർഗമാണ് മെന്റൽ ഹൈജീൻ എന്ന് നമ്മൾ പറഞ്ഞു. അതിലെ കറക്ഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മെന്റൽ ഹെൽത്ത് എന്നുള്ളത്, മെന്റൽ ഹൈജീൻ ഈസ് ദ സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദ കെയർ ആൻഡ് പ്രൊമോഷൻ ഓഫ് മെന്റൽ ഹെൽത്ത്. അല്ലെ, മെന്റൽ ഹെൽത്തിന്റെ കെയർ ആൻഡ് പ്രൊമോഷൻ, അതിനെ ഡീൽ ചെയ്യുന്ന ഒരു സയൻസ് ആണ് മെന്റൽ ഹൈജീൻ. അതുപോലെ തന്നെ പ്രിവെൻഷൻ ഓഫ് മെന്റൽ ഇൽ ഹെൽത്ത്. ഓക്കെ, പിന്നെ അവിടെ ആ ഒരു 6ാമത്തെ ലൈനിൽ ഒരു കറക്ഷൻ ഞാൻ പറഞ്ഞിരുന്നു. Yes, ma'am. Mental health is the ability to. ഓക്കെ, അപ്പൊ ആ ഒരു പാരഗ്രാഫ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ പറഞ്ഞു മീൻസ് ആൻഡ് എൻഡ്സ്. നമ്മളുടെ മീൻസ് മെന്റൽ ഹൈജീൻ ആണെങ്കിൽ നമ്മളുടെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് മെന്റൽ ഹെൽത്ത് ആണ്. സോ ആ ഒരു മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത് ഒരു മീൻസ് ആണ്, മാർഗം. ആളുകൾക്ക് നല്ല രീതിയിൽ മെന്റൽ ഹെൽത്തിലേക്ക് എത്താനുള്ള ഒരു മാർഗമാണ് മെന്റൽ ഹൈജീൻ. അപ്പോ മീൻസ് ആൻഡ് മെഷേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. മെന്റൽ ഹെൽത്ത് അച്ചീവ് ചെയ്യാനുള്ള മീൻസ് ആൻഡ് മെഷേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. നോർമ ഇ കട്ട്സ് ആൻഡ് നിക്കോളാസ് മോസ്ലി, ഇവർ ഓതേഴ്സ് ആണ്. ഇവരുടെ ഒരു പെർസ്പെക്റ്റീവ് പോയിന്റ് ഓഫ് വ്യൂ ആയിരുന്നു ഇത്. ആ ഒരു മാർഗവും ലക്ഷ്യവുമായിട്ട് മെന്റൽ ഹൈജീനെയും മെന്റൽ ഹെൽത്തിനെയും കണക്ട് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ മെന്റൽ ഹെൽത്തിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് അതിലെ ഫസ്റ്റ് 2 പാരഗ്രാഫ്സ് ആരെങ്കിലും ഒന്ന് വായിക്കാമോ? ആ ഒരു പേജിൽ കാണുന്ന, ആ പേജിൽ എൻഡ് ആവുന്ന പാരഗ്രാഫ് വരെ. യെസ് പ്ലീസ്. ആരുമില്ലേ വായിക്കാൻ? Mental health. A healthy individual is not only physically healthy, but is also mentally healthy. The modern concept of health extends beyond the proper functioning of the body. It included a sound, efficient mind and controlled feelings. Health is a state of being sound or whole in body and mind. It means that both body integrated psychonomic whose behavior is responded by both physical and mental factors that contribute to the maintenance of physical health as well as social effectiveness. അപ്പം മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വലിന്റെ, ഹെൽത്തി ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് ഫിസിക്കലി ഹെൽത്തി മാത്രമല്ല, മെന്റലി ഹെൽത്തി ആയിരിക്കണം. അരിസ്റ്റോട്ടിൽ പറഞ്ഞിരുന്നു അല്ലെ, സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി. അല്ലെ, ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഭക്ഷണം കഴിച്ചുള്ള ആരോഗ്യം മാത്രമല്ല ആരോഗ്യം, മനസ്സിന്റെ ആരോഗ്യം, നമ്മളെ ക്ഷേമം എന്ന് പറയുന്ന പോലെ വെൽഫെയർ, അല്ലെ, നമ്മളുടെ ഒരു വെൽ ബീയിങ്, സുഖം, സന്തോഷം, സമാധാനം, ഇതെല്ലാം കൂടി ഉണ്ടെങ്കിലേ നമ്മളുടെ ആ ഒരു ഹെൽത്ത് കംപ്ലീറ്റ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതുപോലെ മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് ദി ബോഡി, അതുപോലെ തന്നെ നമ്മുടെ മൈൻഡ്, നമ്മുടെ കൺട്രോൾഡ് ഫീലിങ്സ്, നമ്മൾക്ക് ഇമോഷൻസിനെയും ഫീലിങ്സിനെയും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത്, അതാണ് ശരിക്കും മെന്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ. ഇപ്പൊ ഹെൽത്തി പേഴ്സൺ എന്ന് പറഞ്ഞാൽ, ഹെൽത്തി റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത്? ക്ലാസ് എടുത്തു കഴിഞ്ഞു, കലണ്ടറിനെ കുറിച്ച് ഒരു, ഞാൻ ഈ ലെസൺ കഴിഞ്ഞതാണോ? ഓ, ക്ലാസ് എടുത്തു കഴിഞ്ഞ് കലണ്ടറിനെ കുറിച്ച് പറയണോ? അതാണോ? ക്ലാസ് എടുത്തു കഴിഞ്ഞ് കലണ്ടറിനെ കുറിച്ച് ഒരു സംശയമുണ്ട്, പറഞ്ഞു തരുന്നു പ്ലീസ്. ഡെഫിനറ്റ്ലി 12 month ചൈൽഡ് ലേബറിനെ കുറിച്ച് കുട്ടികളും. ഓക്കെ, ഞാൻ ടോപ്പിക് നമുക്ക് കഴിയുമ്പോഴേക്കും നമുക്കത് ഡിസ്കസ് ചെയ്യാം മഞ്ജു. ഓക്കെ, ഫൈൻ. ഓക്കെ, സോ നമുക്ക് നമ്മളുടെ ഇമോഷൻസിനെ, ഫീലിങ്സിനെ എല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റണം. അപ്പൊ ഹെൽത്ത് എന്ന് പറയുന്നത് അങ്ങനെ ഹോൾ മൈൻഡ് ആൻഡ് ബോഡി, സൗണ്ട് ആ ഒരു നമ്മൾ സൗണ്ട് സ്ലീപ്പ് എന്നൊക്കെ പറയില്ലേ, നല്ല സുഖകരമായ ഉറക്കത്തിനെയാണ്, നല്ല ആരോഗ്യമുള്ള ഉറക്കമാണ്. അതുകൊണ്ടാണ് സൗണ്ട് എന്ന് പറയുന്നത്. ആ ഒരു ശരീരത്തിന്റെയും മനസ്സിന്റെയും എല്ലാം ഹോൾ, എല്ലാത്തിന്റെയും ആകെ കൂടെ വരുന്ന ഒരു നല്ലൊരു അവസ്ഥയാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. It means that both body and mind എന്നും കൂടെ ചേർക്കണേ അവിടെ. ആ 4th ലൈനില് it means that both body and mind.
Okay, both body and mind, integrated psychomatic units എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ മനസ്സിൽ, നമ്മുടെ ബ്രെയിനിലൊക്കെ കുറെ ന്യൂറോൺസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ പലപ്പോഴും പല ഡിസ്റ്റർബൻസ് വരുമ്പോൾ, എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ സ്ട്രെസ്സോ ഇന്റേണൽ കോൺഫ്ലിക്ട്സ് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡിസ്റ്റർബൻസ്, ആ ഒരു ചിന്തകളിലും ആ ഒരു യൂണിറ്റ്സിലും ഉണ്ടാകുന്ന ഒരു ഡിസ്റ്റർബൻസ്, അതാണ് ഈ സൈക്കോമാറ്റിക് എന്ന് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത് നമ്മുടെ ന്യൂറോ റിലേറ്റഡ്, നമ്മുടെ മൈൻഡിലെ ആ തോട്ട് പ്രോസസ്സിലെ ഫീലിങ്സിലെ, അത് ഒരാളുടെ ബിഹേവിയറുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ ബോത്ത് ബോഡി ആൻഡ് മൈൻഡ്, ഇങ്ങനെയുള്ള ഡിസ്റ്റർബൻസ് നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ നമ്മുടെ ബോഡിയിലും മൈൻഡിലും അതിന്റെ ചേഞ്ചസ് ഉണ്ടാകും. ഫിസിക്കൽ ആൻഡ് മെന്റൽ ഫാക്ടേഴ്സ്, നമ്മളുടെ ഫിസിക്കൽ ഹെൽത്തും അതുപോലെ തന്നെ സോഷ്യലി നമ്മൾ എങ്ങനെ പെരുമാറുന്നു അതിനെയെല്ലാം കണക്ട് ചെയ്തിരിക്കുന്നു ഈ ഒരു ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രം ദിസ് വൺ ക്യാൻ കൺക്ലൂഡ് ദാറ്റ്. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു, ബോഡി മൈൻഡും കണക്റ്റഡ് ആണ്, അതിന്റെ ഹോൾ ആകെയുള്ള ആരോഗ്യമാണ് ശരിക്കും ഒരു മനുഷ്യന്റെ ഒരു ഹെൽത്തി പേഴ്സൺ എന്ന് പറയുന്നത്. ഇതൊന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. മെന്റൽ ഹെൽത്തിന് 2 ഇമ്പോർട്ടന്റ് ഫേസസ് ഉണ്ട്. ഒന്ന് ഇൻഡിവിജ്വലും ഒന്ന് സോഷ്യലും. നമ്മളുടെ വീട്ടില് 10-12 പേരുണ്ടെന്ന് വിചാരിക്കുക. എന്റെ മാത്രം മെന്റൽ ഹെൽത്ത് ശരിയായ മതി എന്നുള്ള, അങ്ങനെ മാത്രം മതിയായാൽ നമുക്ക് സമാധാനം കിട്ടുമോ? നമ്മുടെ ചുറ്റുപാടും നമ്മളെ കണക്ട് ചെയ്യുന്ന എല്ലാ ആളുകളും ആ ഒരു നല്ലൊരു വെൽബീയിങ്ങിലൂടെ പോകണം. സന്തോഷം, സമാധാനം, സുഖം എന്നുള്ള രീതിയിൽ പോകണം. അതായത് ഒരു സൊസൈറ്റി. അപ്പൊ അതാണ് 2 ഇമ്പോർട്ടന്റ് ഫേസസ് ഉണ്ട് മെന്റൽ ഹെൽത്തിന്, ഇൻഡിവിജ്വൽ ആൻഡ് സോഷ്യൽ. ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്ക് നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന കോൺഫ്ലിക്ട്സ്, പിന്നെ കൺഫ്യൂഷൻസ്, അതിനെയെല്ലാം, ടെൻഷൻസ്, അതിനെയെല്ലാം നമുക്ക് മാനേജ് ചെയ്ത് നമുക്ക് വളരെ സെൽഫ് കോൺഫിഡന്റ് ആയിട്ട് എനിക്ക് അതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും, പ്രശ്നങ്ങൾ എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ മെന്റൽ ഹെൽത്ത് ഈസ് വെരി ഗുഡ്. പുതിയ പുതിയ സിറ്റുവേഷൻസ് വരുമ്പോൾ അതുമായി എനിക്ക് പൊരുത്തപ്പെടാനായിട്ട് പറ്റും. ആളുകൾ എന്നോട് ഇങ്ങനെ ബിഹേവ് ചെയ്താൽ ഐ ക്യാൻ അഡാപ്റ്റ് വിത്ത് ദാറ്റ് സിറ്റുവേഷൻ. ആ സിറ്റുവേഷനുമായിട്ട് എനിക്ക് അഡാപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും, പൊരുത്തപ്പെടാനായിട്ട് പറ്റും. ഇങ്ങനെ ഒരു ഇന്റേണൽ അഡ്ജസ്റ്റ്മെന്റ്, നമ്മൾ ഇൻഡിവിജ്വലി നമ്മളങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുവാണ് നമ്മൾ ജീവിക്കുന്ന ഒരു സോഷ്യൽ സെറ്റപ്പില്. അങ്ങനെ ഓരോരോ വ്യക്തികളുടെയും ഓരോ അഡ്ജസ്റ്റ്മെന്റ്. അപ്പം ഒരാൾ അയാളുടെ മെന്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, വേറെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാനായിട്ട് അയാൾക്ക് കഴിയുന്നു. അങ്ങനെ ഇങ്ങനെ വരുമ്പോഴേക്കും ആ ഒരു സൊസൈറ്റിയിലും കൂടെ അതിന്റെ റിഫ്ലക്ഷൻസ് വരും. അങ്ങനെ നമ്മൾക്ക് സിറ്റുവേഷൻസുമായിട്ട് പൊരുത്തപ്പെടാനും വരുന്ന പ്രശ്നങ്ങളെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസും സ്കില്ലും ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു വ്യക്തി സോഷ്യലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് മാറുന്നു, അല്ലെ? സോഷ്യലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് മാറുന്നു. മെന്റൽ ഹെൽത്തിന്റെ മറ്റ് ഡെഫിനേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഡിസിഷൻസ്, ഇപ്പൊ പറഞ്ഞു, ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെ പരിഹരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ തീരുമാനിക്കണം, അങ്ങനെ ഡിസിഷൻ മേക്കിംഗ്, അങ്ങനെ പല പല കാര്യങ്ങളും. പിന്നെ നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് മനസ്സിലാക്കി നമ്മൾ ആ റെസ്പോൺസിബിലിറ്റി ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾക്ക് അതിലൂടെ ഞാനത് നല്ല രീതിയിൽ ചെയ്ത് തീർത്തു, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, സക്സസ്, ഹാപ്പിനെസ് ഒക്കെ അച്ചീവ് ചെയ്യുന്നു. ഇല്ല, നമ്മൾ ദിവസവും ചെയ്യുന്ന പല കാര്യങ്ങളിൽ നിന്നും നമുക്ക് ആ ഒരു ഫ്രസ്ട്രേഷൻ ഒന്നുമില്ല. വി ആർ വെരി ഹാപ്പി ആൻഡ് വി ആർ ഡൂയിങ് എവറിത്തിങ് വെരി വെൽ. നമ്മൾ വളരെ ഭംഗിയായിട്ട് സന്തോഷത്തോടു കൂടി ചെയ്യുന്നു. വേറൊരാൾ ചെയ്യുന്നത് കണ്ട് അയാളെ നോക്കിയിട്ട് ഇത് എന്താ ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾക്ക് കളിയാക്കാൻ, അതിന്റെ കാര്യം നമുക്കില്ലല്ലോ. നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മളെന്തിനാ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാൻ പോകുന്നത്? നമ്മൾ തന്നെയാണ് ജഡ്ജ് ചെയ്യുന്നത്. ഓരോരുത്തരും അവരുടെ പൊട്ടൻഷ്യലിനനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നതും കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതും സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നതും. ചിലപ്പോ അവർ ചില കാര്യങ്ങളിൽ ലോ ആയിരിക്കും, ചില കാര്യങ്ങളിൽ വീക്ക് ആയിരിക്കും. ആരും പെർഫെക്റ്റ് അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അവർക്ക് ആ ഒരു സ്പേസ്, അവർക്ക് അത് നല്ലതായിട്ട് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സ്പേസ്, അവർക്ക് കോൺഫിഡൻസോടുകൂടി ഹാപ്പി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസ് നമ്മൾ ഇരിക്കുന്ന ഇടങ്ങളിൽ ഉണ്ടാകുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അവരും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. സൊസൈറ്റിയിൽ ഒരു കൺസിഡറബിൾ ആയിട്ടുള്ള ബിഹേവിയർ, നമുക്ക് ഒരാളെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബിഹേവിയർ ആക്സെപ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡെഫിനറ്റ്ലി ആക്സെപ്റ്റ് ചെയ്യും. അതേസമയം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഡിസ്റ്റർബൻസ് ആണ്, ന്യൂസൻസ് ആണ്,
ഒട്ടും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ബിഹേവിയർ അല്ല. സോ ദാറ്റ് മീൻസ് അയാളുടെ മെന്റൽ ഹെൽത്തിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള ഇടങ്ങളിൽ നിന്നും പതുക്കെ മാറുക എന്നുള്ളതല്ലാതെ നമ്മൾ അവിടെ ചെന്ന് കൂടുതലായിട്ട് നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റാത്ത ഇടങ്ങളാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഇടങ്ങളിൽ നിന്നും നമ്മൾ മാറുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ഇതാണ് മെന്റൽ ഹെൽത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്. ഉള്ളിലുണ്ടാകുന്ന കൺഫ്യൂഷൻ, കോൺഫ്ലിക്ട്സ് നമുക്ക് അതിനെ സോൾവ് ചെയ്ത് നമുക്കതിനെ പരിഹരിച്ച് മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നു. മാറി മാറി വരുന്ന സിറ്റുവേഷൻസ് ആണെങ്കിൽ അതുമായിട്ട് നമുക്ക് പൊരുത്തപ്പെട്ടു പോകാനായിട്ട് കഴിയുന്നു. ഇതെല്ലാം മെന്റൽ ഹെൽത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് പറ്റുന്നതാണ്. പിന്നെ ഹെൽത്തി റിലേഷൻഷിപ്പ്, ടോക്സിക് റിലേഷൻഷിപ്പ്, ഇത് എന്തായിരിക്കും? ഹെൽത്തി റിലേഷൻഷിപ്പ് ആൻഡ് ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മളല്ലാതാകുന്ന ഇടങ്ങളുണ്ടെങ്കിൽ നമുക്കൊരു ഇഷ്ടം ഉണ്ടാവില്ല അവിടെ പോയിരിക്കാനല്ലേ. നമ്മളായിട്ട് തന്നെ ആക്സെപ്റ്റ് ചെയ്യാത്ത, നമ്മളായിട്ട് തന്നെ ഇങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരിടങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് അവിടെ അങ്ങോട്ട് പോകാനായിട്ടൊരു താല്പര്യം വരില്ല. നമ്മൾ അവിടെ നിന്ന് മാറി നിൽക്കും. പിന്നെ ചില ഫ്രണ്ട്സ് ഉണ്ട്. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഭയങ്കര കാര്യമായിരിക്കും, പക്ഷെ അവരെ എപ്പോഴും നമ്മൾ പ്ലീസ് ചെയ്തുകൊണ്ടിരിക്കണം. അവരെങ്ങനെ കൊഴുത്തിക്കൊണ്ടേയിരിക്കണം. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും കോംപ്രമൈസ് ചെയ്യണം. അവര് വഴക്കുണ്ടാക്കുമെന്ന് വിചാരിച്ച് പേടിച്ച് എന്നും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും രാത്രിയൊക്കെ അവരെ ഫോൺ ചെയ്യും, അവരുടെ കാര്യങ്ങൾ ചോദിക്കും, അവരെ പുകഴ്ത്തുന്നു. അങ്ങനെയുള്ള വൈറ്റ് ലൈസ് ഒക്കെ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ പുകഴ്ത്തുന്നത്. അവരുടെ ഡ്രസ്സ് കണ്ടിട്ട് ചിലപ്പോൾ നല്ലതല്ലെങ്കിൽ കൂടി നമ്മൾ ഭയങ്കര അപ്രീഷിയേഷൻ, നല്ലതാണെന്നൊക്കെ പറയുന്നു. അങ്ങനെ നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങള് അങ്ങനത്തെ ഒരു നമ്മളതല്ലാത്ത ഒരു സ്പേസിലാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് ടോക്സിക് തന്നെയാണ്. നമുക്കത് ഒഴിവാക്കുന്നതാണ് നല്ലത്. പിന്നെ ചില സമയത്ത് നമ്മൾക്ക് ബന്ധങ്ങളുടെ ഭയങ്കര ഒരു കെട്ടിലങ്ങ് പെടുമ്പോൾ നമുക്ക് ചില ബന്ധങ്ങൾ നമുക്കങ്ങ് ഉപേക്ഷിക്കാൻ പറ്റില്ല. ഈവൻ നമ്മളെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണെങ്കിൽ തന്നെ സംഹൗ നമുക്ക് അവിടെ നിന്നും മാറാനായിട്ട് പറ്റില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഡെഫിനറ്റ്ലി എപ്പോഴും മാറുന്നതും അഡ്ജസ്റ്റ് ചെയ്യുന്നതും നമ്മളായിരിക്കും. നമ്മൾ കുറെ ചില സബ്മിസീവായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കോംപ്രമൈസ് സഹിക്കണം എന്നുള്ള രീതിയിൽ ഞാൻ പറയില്ല. പക്ഷെ ചിലപ്പോൾ ചില കാര്യങ്ങളിൽ നമ്മളുടെ ഒരു സുഹൃത്ത് ഫുൾ നെഗറ്റീവ് ആണെന്ന് വിചാരിക്കാം. എന്ത് പറഞ്ഞാലും നെഗറ്റീവ്, ആളോട് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് നെഗറ്റീവ് അടിക്കും. അങ്ങനെ ഒരു പോസിറ്റീവ് ചിന്താഗതി ഇല്ലാത്ത ഒരാളാണ്. പക്ഷെ നമ്മുടെ സുഹൃത്താണല്ലേ, അയാളെ ചിലപ്പോൾ നമുക്കങ്ങ് വിട്ടുകളയാനായിട്ട് തോന്നില്ല. നമ്മൾ മാക്സിമം അയാളെ എന്തെങ്കിലും കാര്യങ്ങളിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് നോക്കും. പതുക്കെ അയാളുടെ ചിന്താഗതി മാറ്റാൻ നമ്മളെ കൊണ്ടാവുമോ നമ്മൾ ശ്രമിക്കും. അങ്ങനെ ചില ബന്ധങ്ങളിൽ നമ്മൾ അങ്ങ് കെട്ടുപണഞ്ഞ് കടന്നു പോകും. അതിൽ നിന്ന് നമുക്ക് ഊരിപ്പോരാൻ പറ്റാതെ അവിടെയൊക്കെ വൈസ് ഡിസിഷൻ എടുക്കാന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, നമ്മളൊരു ക്ലാസ് റൂമിന്റെ കേസ് എടുക്കുമ്പോഴുള്ള കാര്യം ആണ് പറയുന്നത്. അത് ഫുൾ ഒന്ന് വായിക്കാമോ, ആ പോയിന്റ്സ് ഉൾപ്പെടെ? ആരുമില്ലേ? എന്നിട്ട് ഉറങ്ങണം. ക്ലാസ് ഓൺ ചെയ്ത് വെച്ചിട്ട് ഉറങ്ങാൻ പോയോ? അത് ഉറങ്ങി പോയോ? ഓക്കെ, പ്ലീസ്. യെസ് പ്ലീസ്. Good knowledge of subject matter in which he has specialized, capacity and willingness to teach effectively, and mastery of communication skills, ability and desire to improve the professional skills and achieve capacity through the studies of professional books and magazines, capacity to work together to share experience with other staff members, capacity to assume an attitude of an individual person and cooperate functioning, absence and understanding of children, respect of identity and one's profession. സോ നമ്മള് സ്കൂളിന്റെ ഒരു കേസ് എടുക്കുമ്പോൾ
ഒരു സോഷ്യൽ സിറ്റുവേഷൻ അല്ലേ, ഒരു പല പല ഏരിയയിൽ നിന്ന് വരുന്ന കുട്ടികൾ വരുന്നതാണ് ഒരു ക്ലാസ് റൂം എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ടീച്ചറുണ്ട്. ആ ഒരു ടീച്ചർക്ക് പലപ്പോഴും ലീഡറിന്റെ ഒരു പൊസിഷൻസ് വരാറുണ്ട്. ടീച്ചർ ഒരു റോൾ മോഡൽ ആകണം. റോൾ മോഡൽ ആകണമെങ്കിൽ ആ ടീച്ചർക്ക് സർട്ടൻ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ഉണ്ടാകണം, ഡിസ്റ്റിങ്വിഷിംഗ് ഫീച്ചേഴ്സ്, മറ്റുള്ളവരിൽ നിന്നും വേർതിരിച്ച് കാണുന്ന രീതിയിലുള്ള വളരെ നല്ല ഫീച്ചേഴ്സ്, സ്വഭാവ സവിശേഷതകൾ എന്ന് നമ്മൾ മലയാളത്തിൽ പറയൂലേ, പേഴ്സണാലിറ്റി ട്രേറ്റ്സ്, അങ്ങനെ ഒരു പ്രത്യേകതകളായിട്ട് ഒരു ടീച്ചർക്ക് ഉണ്ടാവണം. കുട്ടികളും അപ്പോഴാണ് ആ ടീച്ചറോട് കൂടുതൽ അട്രാക്റ്റീവ് ആകുന്നത്. അല്ലാതെ വളരെയധികം മേക്കപ്പ് ഒക്കെ ചെയ്തു വരുന്ന രീതിയിലല്ല. ആ ടീച്ചർക്ക് ഒരു പ്രത്യേകത ഉണ്ടാകണം, മറ്റുള്ളവരിൽ നിന്നും വേർതിരിച്ച് കാണുന്ന രീതിയിലുള്ള ഒരു പ്രത്യേകത. അങ്ങനെ ഒരു പേഴ്സണാലിറ്റി അവരുടെ ഫിസിക്കലി, സോഷ്യലി, മെന്റലി ആൻഡ് ഇമോഷണലി ഹെൽത്തി, ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ആയിരിക്കണം ആ ഒരു ടീച്ചർ. ഒരു റിസോഴ്സ് അല്ലെ, എല്ലാ രീതിയിലും ഒരു റിസോഴ്സ് ആയിരിക്കണം. ഇമ്പോർട്ടൻസ് പ്രൊഫഷണൽ ട്രേറ്റ്സ് ഓഫ് എ മെന്റലി ഹെൽത്തി ടീച്ചറാണ് പറഞ്ഞത്. അവർക്ക് അവരെടുക്കുന്ന സബ്ജക്റ്റിനെ കുറിച്ചിട്ട് ആ ഒരു നല്ല നോളജ്, ഗുഡ് നോളജ് ഓഫ് സബ്ജക്ട് മാറ്റർ ഇൻ വിച്ച് ഹി ഹാസ് നമ്മൾ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആ ഒരു ടോപ്പിക്കിൽ നല്ല തറോ നോളജ് ആ ഒരു ടീച്ചർക്ക് ഉണ്ടായിരിക്കണം. പിന്നെ എഫക്റ്റീവായിട്ടും നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലോട് കൂടിയിട്ട് കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അവരെ ഒരു ടീച്ചിങ് പ്രോസസ്സിലേക്ക് കൊണ്ടുപോകാനുമുള്ള കപ്പാസിറ്റി, ആ ഒരു വില്ലിങ്നെസ്, ആ ഒരു അവർക്ക് അതിനോടുള്ള ഒരു സമ്മതം, അതെല്ലാം ഉണ്ടായിരിക്കണം. പിന്നെ സ്വന്തം പ്രൊഫഷണൽ സ്കിൽസിനെ ഇംപ്രൂവ് ചെയ്യണം, അപ്ഗ്രേഡ് ചെയ്യണം എപ്പോഴും. അല്ലാതെ എനിക്കെല്ലാം അറിയാം എന്നുള്ള രീതിയിലല്ല. ആ ഒരു ഡിസയർ അവർക്ക് എപ്പോഴും ഉണ്ടാകണം. അതിങ്ങനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളത്. കൂടുതൽ കാര്യങ്ങൾ അവർ റെഫർ ചെയ്യണം. അത് പ്രൊഫഷണൽ ബുക്സ് ആണെങ്കിലും മാഗസീൻസ് ആണെങ്കിലും എല്ലാം റെഫർ ചെയ്ത് പല കാര്യങ്ങളും അവർ അച്ചീവ് ചെയ്യണം. അപ്പൊ അവരുടെ കപ്പാസിറ്റി അങ്ങനെ ബിയോണ്ട് ദ ലിമിറ്റ് ആണ്, ആ ഒരു രീതിയിൽ പോകും. പിന്നെ പലപ്പോഴും മറ്റ് സ്റ്റാഫ് മെമ്പേഴ്സ് എല്ലാം ഉണ്ടായിരിക്കും. അപ്പൊ അവരുമായിട്ട് ചേർന്ന് ഒരുമിച്ച് വർക്ക് ചെയ്യാനും ഒരു ടീമായിട്ട് മുന്നോട്ട് പോകാനും ഒരു സ്പ്ലിറ്റ് ചെയ്യിക്കുക എന്നുള്ളതല്ല, എല്ലാവരും കൂടി ചേർന്ന് ഒരുമിച്ച് പോകുക എന്നുള്ള ആ ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കും. പിന്നെ പലപ്പോഴും എക്സസൈസുകൾ, എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യാൻ, പല എക്സ്പീരിയൻസ്, ഇപ്പോൾ ക്ലാസ് റൂമിലെ പല എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യേണ്ടതാണെങ്കിൽ അത് സ്റ്റാഫുമായിട്ടൊക്കെ ഷെയർ ചെയ്യാം. കാരണം ചിലപ്പോൾ ചില കാര്യങ്ങളിൽ ഡിസിഷൻ എടുക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ ദേ വിൽ ഹെൽപ്പ് അസ് അല്ലെ. അതുപോലെ അവരുടെ കാര്യങ്ങളിൽ നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ വി ക്യാൻ ഹെൽപ്പ് അതർ ടീച്ചേഴ്സ് ഓൾസോ ആൻഡ് അതർ സ്റ്റാഫ്സ് ഓൾസോ. പിന്നെ ഒരു ആസ് ആൻ ഇൻഡിവിജ്വൽ നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയെ പറ്റി നമ്മൾ നല്ലപോലെ മനസ്സിലാക്കിയിരിക്കണം. അതിനനുസരിച്ചായിരിക്കണം നമ്മൾ പെരുമാറേണ്ടത്. പിന്നെ ഒരു കോപ്പറേറ്റീവ് ഫംഗ്ഷന്, സഹകരണ മനോഭാഗം. കാരണം ഒറ്റയ്ക്കല്ല വർക്ക് ചെയ്യുന്നത്, വേറെയും പല ആളുകളുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ ഒരു കോപ്പറേറ്റീവ് ഫംഗ്ഷന്. പിന്നെ കുട്ടികളെ അക്സെപ്റ്റ് ചെയ്യുക, അവരെ മനസ്സിലാക്കുക. മുന്നിൽ വരുന്ന കുട്ടിയായാലും വലിയ ആൾക്കാരാണെങ്കിലും അവരെ അതേപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ്, അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നു, ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്. പിന്നെ ഈ ഒരു സൊസൈറ്റിയിൽ എൻ്റെ റോൾ എന്താണെന്നുള്ളത് ആ ഒരു ടീച്ചർ മനസ്സിലാക്കണം. അത് മാത്രമല്ല, സൊസൈറ്റി പലതും എക്സ്പെക്ട് ചെയ്യാറുണ്ട് ഒരു ടീച്ചറിൽ നിന്ന് അല്ലെ. ആ ഒരു എന്തെല്ലാം കാര്യങ്ങൾ, പല കാര്യങ്ങളും എക്സ്പെക്ട് ചെയ്യാറുണ്ട് ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ. പാരന്റ്സ് ആണെങ്കിൽ തന്നെ എന്റെ കുട്ടികളുടെ ടീച്ചറാണ്, സോ എന്റെ കുട്ടിയിൽ ഒരു നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ അവരെ കൊണ്ട് സാധിക്കും. ആ ഒരു എക്സ്പെക്ടേഷൻസ് എല്ലാ പാരന്റ്സിനും ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സോഷ്യൽ എക്സ്പെക്ടേഷൻസിനോടും എല്ലാം അവർ ശരിയായ രീതിയിൽ തന്നെ അവർ അഡ്രസ് ചെയ്യണം. പിന്നെ ഒരു സ്വന്തമാണെങ്കിലും മറ്റു വ്യക്തികളുടെ ആണെങ്കിലും ആ ഒരു ഐഡന്റിറ്റിയെ റെസ്പെക്ട് ചെയ്യണം, അവരുടെ പ്രൊഫഷനെ റെസ്പെക്ട് ചെയ്യണം. അത് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. നിങ്ങളിപ്പോ ഒരു ഗ്രൂപ്പ് ആളുകളുണ്ട്, അതിൽ കുറച്ചു പേരായിരിക്കും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്, കുറച്ചു പേര് ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തവരായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും ഒരുപോലെ ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല. ചിലർ വളരെ എന്താ പറയാ ഇന്റലക്ച്വൽ ലെവലിൽ നല്ല രീതിയിൽ ചെയ്യും. ചിലർക്ക് പക്ഷെ ആ ഒരു ഏരിയയോടായിരിക്കില്ല കുറച്ച് താല്പര്യം, ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളോടായിരിക്കും. അങ്ങനെ ഒരു രീതിയിൽ അവർ ചിലപ്പോൾ ആ ഏരിയയിൽ ഷൈൻ ചെയ്യും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പൊട്ടൻഷ്യലാണ്. സോ നമുക്കത് ക്വസ്റ്റ്യൻ ചെയ്യാനോ അവരെ കളിയാക്കാനോ ഉള്ള യാതൊരു. സോ അതാണ് നമ്മളുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. നമ്മുടെ മുന്നിൽ വരുന്ന ആളെ അക്സെപ്റ്റ് ചെയ്യുക, അയാളെ സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ യാതൊരു മടിയും കൂടാതെ സപ്പോർട്ട് ചെയ്യുക, അവരെ റെസ്പെക്ട് ചെയ്യുക. ദാറ്റ് ഇസ് വാട്ട് ഇസ് മെന്റ് ബൈ മെന്റൽ ഹെൽത്ത്. അത് ആസ് എ ടീച്ചർ ആകുമ്പോൾ
നമ്മളെ കണക്ട് ചെയ്യുന്ന ആളുകൾ വളരെ കൂടുതലാണ്. നമ്മുടെ കൂടെയുള്ള സ്റ്റാഫും, കുട്ടികൾ, കുട്ടികളുടെ ഫാമിലി. അപ്പൊ ഒരു സൊസൈറ്റിയുടെ വളരെയധികം എക്സ്പെക്ടേഷൻസ് ആ ഒരു ടീച്ചറിൽ ഉണ്ടാവും. ചിലപ്പോൾ ഇൻഡയറക്ട്ലി ആയിരിക്കാം, കുട്ടികളിലായിരിക്കും പ്രതീക്ഷ. അപ്പൊ കുട്ടികൾക്ക് റോൾ മോഡലായി നിൽക്കേണ്ടത് നമ്മൾ ടീച്ചേഴ്സിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. ഇത്രയാണ് മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീനെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഞാൻ ഈ ചാപ്റ്ററിന്റെ കൂടെ ഒരു ടോപ്പിക്കും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടാണ് നിങ്ങളെ എല്ലാവരെയും എല്ലാ ക്ലാസ്സുകൾക്കും, എല്ലാ ബാച്ചുകൾക്കും പഠിപ്പിക്കുന്നത്. മൂന്ന് പോയിന്റ്സും കൂടെ ഒന്ന് ആഡ് ചെയ്യട്ടെ. നമ്മൾ മെന്റൽ ഹൈജീൻ, മെന്റൽ ഹെൽത്തിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. നമ്മളുടെ മെന്റൽ ഹെൽത്ത് എന്നുള്ള ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള മാർഗമാണ് മെന്റൽ ഹൈജീൻ എന്ന് പറഞ്ഞു. മീൻസ് ആൻഡ് എൻഡ്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. പിന്നെ മേജർ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മെന്റൽ ഹൈജീൻ. മെന്റൽ ഹൈജീന്റെ എയിം ആൻഡ് ഒബ്ജക്റ്റീവ്സ് ജസ്റ്റ് ഒന്ന് അതിൽ നിന്ന് ഒന്ന് ഫിൽട്ടർ ചെയ്ത് എഴുതിയേക്കുവാണ്. ശരിക്കും മെന്റൽ ഹൈജീന്റെ എയിം, ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിന് മെന്റൽ ഡിസോർഡേഴ്സ് ഒന്നും വരാതെ പ്രിവെന്റ് ചെയ്യാം. അതാണ് മെന്റൽ ഡിസോർഡേഴ്സ് ഒന്നും വരാത്ത രീതിയിൽ പ്രിവെന്റ് ചെയ്യാം. ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്സ് തന്നെയാണെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. നമ്മളുടെ ഓരോ ബന്ധങ്ങളിലും, ഏത് മേഖലയിലുള്ളതാണെങ്കിലും അത് നമ്മളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് ഹെൽപ്ഫുൾ ആയിരിക്കും, വളരെ അധികമായിരിക്കും. അതുപോലെ തന്നെ നമുക്കതൊരു ലൈഫിൽ നല്ലൊരു എക്സ്പീരിയൻസും ആയിരിക്കും. പിന്നെ ഒരു ഇൻഡിവിജ്വലിന്റെ മാത്രമല്ല മെന്റൽ ഹെൽത്ത് കെയർ ചെയ്യുന്നത്, മെന്റൽ ഹൈജീൻ ഒരു ഗ്രൂപ്പിന്റെ കാര്യം, ഒരാളുടെ ഒറ്റയ്ക്കല്ല ചെയ്യുന്നത്, ഒരു ഗ്രൂപ്പ് അതിന് ഒരുമിച്ച് ചെയ്യുന്നു. പിന്നെ ഇപ്പൊ പല രീതിയിലുള്ള മെഷേഴ്സ്, അതായത് ചില മെന്റലി ഡിസോർഡർ ആയി കഴിയുമ്പോൾ ചിലപ്പോൾ മെഡിസിൻസ് കഴിക്കേണ്ടി വരും. അപ്പൊ അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് അതും മെന്റൽ ഹൈജീന്റെ ഒരു എയിം ആൻഡ് ഒബ്ജക്റ്റീവ് ആയിട്ട് മാറുന്നു. ആ ഒരു മെന്റൽ എയിൽമെന്റ്, ആ ഒരു ഡിസീസ് അത് മാറാനായിട്ട് പ്രോപ്പർ ആയിട്ട് ഈ ഒരു മെഡിക്കേഷൻ ഫോളോ ചെയ്യണം എന്നുള്ള രീതിയിൽ. ഇപ്പൊ സ്കൂളുകളിൽ ഇതിന്റെ ഇമ്പോർട്ടൻസ് എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഓക്കെ, നെക്സ്റ്റ് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്നൊരു ഒരു ടോപ്പിക്കാണ് ഞാൻ എടുക്കുന്നത്. PFA, സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്. PFAയുടെ നോട്ട്സ് നിങ്ങൾക്ക് ഒരു PDF ഞാൻ അയച്ചു തന്നിരുന്നു. ഇല്ല, ഓക്കെ. ഞാൻ ജസ്റ്റ് ഒരു 1 മിനിറ്റ് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഇപ്പൊ തന്നെ ഒന്ന് അയക്കാമോ എന്നൊന്ന് ചോദിക്കട്ടെ കേട്ടോ. അങ്ങനെയാകുമ്പോൾ ക്ലാസ്സിനൊപ്പം തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്ത് വെക്കാം. ബാച്ച് അല്ലേ? ഫസ്റ്റ് എയ്ഡിന്റെ ക്ലാസ് എടുത്തിരുന്നോ ടീച്ചേഴ്സ് ആരെങ്കിലും? ഓക്കെ, ഫസ്റ്റ് എയ്ഡിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ കണ്ടു? നമുക്കൊരു ഇഞ്ചുറി വന്നാൽ, ഒരു വൂണ്ട് വന്നാൽ, അല്ലെങ്കിൽ ബേണിംഗ് സംഭവിച്ചാൽ, സ്നേക്ക് ബൈറ്റ്, ഡോഗ് ബൈറ്റ്, ഇൻസെക്ട് ബൈറ്റ്, പിന്നെ അതുപോലെ തന്നെ ഡ്രൗണിങ്, മുങ്ങിപ്പോയാൽ വെള്ളത്തിൽ, എന്തെല്ലാം നമുക്ക് ആ ഒരു സമയത്ത് ചെയ്യാം. പക്ഷെ ആ ചെയ്യുന്നത് എങ്ങനെയാ? ആലോചിച്ച് നിൽക്കാനുള്ള സമയം നമുക്കില്ല. പ്രോംപ്റ്റ് ആയിരിക്കണം, അലേർട്ട് ആയിരിക്കണം അല്ലെ. ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന ആള് വളരെ പ്രോംപ്റ്റ് ആയിരിക്കണം, അലേർട്ട് ആയിരിക്കണം. ഒരു ഒറ്റ സമയം പോലും വേസ്റ്റ് ആക്കാതെ എത്രയും പെട്ടെന്ന് അയാൾക്ക് കൊടുക്കുന്ന ഒരു മെഡിക്കൽ സപ്പോർട്ട് അത് കൊടുക്കാൻ പറ്റുന്ന ആളുകള് അലേർട്ട് ആയിരിക്കണം. അല്ലാതെ ഒരാള് വേദനയോടെ ഇരിക്കുന്ന കണ്ടുകൊണ്ട് തലറങ്ങി വീഴുക, കരഞ്ഞു വീഴുക, അതൊന്നും അല്ലല്ലോ ശരിക്കും വേണ്ടത്. നമ്മൾ ആ ഒരു ധൈര്യം നമുക്ക് വേണം. നമ്മുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ്, ആ ഒരു മാനസിക നിലപാട്, അല്ലെങ്കിൽ ആ സമയത്ത് ഒരു മെന്റൽ സിറ്റുവേഷൻ സ്റ്റാറ്റസ് ഒക്കെ പറയുന്നത് നമ്മൾ ആ ഒരു ധൈര്യം കാണിക്കണം. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടതാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊടുക്കുക. അപ്പൊ ഇനീഷ്യലി അങ്ങനെ കൊടുക്കുന്ന ഒരു മെഡിക്കൽ സപ്പോർട്ടാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിൽ ഒരു കത്തി കൊണ്ട് മുറിഞ്ഞു,
നല്ല മുറിവായിരുന്നു, അത്യാവശ്യം നല്ലപോലെ ചോര പോയി. നമ്മളത് നല്ലപോലെ ക്ലീൻ ചെയ്ത് മരുന്ന് വെച്ച് ഡ്രസ് ചെയ്തു. അപ്പൊ കുറച്ച് ദിവസം 2 ദിവസം നമുക്ക് അതിന്റെ വേദന ഉണ്ടായിരുന്നു കാണും. കുറച്ച് ദിവസം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഡ്രസ്സിങ് മാറ്റി പുതിയ ഡ്രസ്സിങ് ആക്കുന്നുണ്ട്. അപ്പൊ ഹീൽ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. അത് കഴിയുമ്പോഴേക്കും മുഴുവനായിട്ടും ഉണങ്ങിക്കഴിഞ്ഞു. അപ്പൊ അതിന്റെ പെയിനോ ഒന്നും നമുക്കില്ല. പക്ഷെ അതിന്റെ സ്കാർ അവിടെ അവശേഷിച്ചിട്ടുണ്ടാവൂലേ, ഒരു പാട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? നമ്മള് നല്ല നല്ല ബ്യൂട്ടി പ്രോഡക്ട്സിന്റെ പുറകെ പോകും. പാട് മാറാൻ സഹായിക്കുന്ന എന്താ ഉള്ളതെന്ന് വെച്ചാൽ അന്വേഷിച്ചു പോയി അത് നല്ലതൊരെണ്ണം വാങ്ങി നമ്മൾ അവിടെ അപ്ലൈ ചെയ്യാൻ തുടങ്ങും. അത് കഴിയുമ്പോഴേക്കും അപ്ലൈ ചെയ്ത് കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾക്ക് അതിന്റെ പാട് മാറിപ്പോ ഭയങ്കര സന്തോഷം അല്ലെ. ആകെ നമ്മൾ നമ്മുടെ ഔട്ടർ അപ്പിയറൻസ്, നമ്മുടെ ഔട്ടർ എക്സ്റ്റേണൽ ബ്യൂട്ടിക്ക് ആ ഒരു ഇതിന് നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. നമ്മൾ നമ്മുടെ ഡ്രസ്സിങ്ങിൽ ശ്രദ്ധിക്കുന്നു. നമ്മൾ യൂസ് ചെയ്യുന്ന ആക്സസറീസ് ഡ്രസ്സുമായിട്ട് മാച്ച് ആണോ എന്ന് ശ്രദ്ധിക്കുന്നു. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണോ എന്നും കൂടെ നോക്കുന്നുണ്ട്. പിന്നെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മളുടെ ശരീരത്തിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഇതേ മുറിവ് ഇതിനേക്കാൾ ഡീപ്പോ അല്ലെങ്കിൽ വേദനയുള്ളതോ വേദന ഇല്ലാത്ത കുറവായിട്ടുള്ള ഒരു മുറിവ് നമ്മളുടെ മനസ്സിലാണ് സംഭവിച്ചെങ്കിലോ എന്ത് ചെയ്യും? ഉണങ്ങത്തില്ല മാം. ഉണങ്ങത്തില്ല. മഞ്ജു എന്തോ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയണ പോലെ തോന്നുന്നു. നമുക്കതങ്ങ് ഉണക്കിയാലോ? ഉണക്കാനൊന്നും നമുക്ക് ശ്രമിക്കാം. അപ്പൊ അതാണ് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്, PFA എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ഒരു വേദന, മുറിവ്, അതിനെ നമ്മൾ ഹീൽ ചെയ്യുവാണ്. ദാറ്റ് ഇസ് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്. ആ ഹീല് ചെയ്യണമെങ്കിൽ സാധാരണ ഫസ്റ്റ് എയ്ഡിനെ നമ്മൾ പ്രോംപ്റ്റ് ആയിരിക്കണം, അലർട്ട് ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞു. നമ്മുടെ മുന്നിൽ ഒരാൾ വളരെ വിഷമിച്ചു വരുവാണ്, നല്ല ദുഃഖമുണ്ട്, അയാൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല, നമ്മളുടെ അടുത്തേക്ക് വരുവാ എന്ന് വെച്ചാൽ നമ്മളോട് അതൊന്ന് ഷെയർ ചെയ്താൽ കക്ഷിക്ക് ഒരു ആശ്വാസം കിട്ടും, ഒരു ഭാരം ഇറക്കി വെച്ച പോലെ തോന്നും എന്നൊക്കെ ഒരു ഫീൽ ആയിട്ടായിരിക്കും നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഓ ഇതാണോ നിന്റെ പ്രശ്നം, ഇതിനേക്കാൾ വലിയ പ്രശ്നത്തിലൂടെ കടന്നു പോയതാ ഞാൻ, ഇതൊക്കെ സിമ്പിൾ, അങ്ങനെയാണോ പറയാൻ പോകുന്നത്? അല്ല, അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കുക, ആദ്യം ക്ഷമയോടെ ഇരുന്ന് കേൾക്കുക. അല്ലെ, അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ ക്ഷമയോടെ കേൾക്കുക, അതാണ് ഭയങ്കര ഇമ്പോർട്ടന്റ്. ആ ഒരു നമ്മൾ വളരെ പേഷ്യൻസോടുകൂടി നമ്മൾ ഇടയ്ക്ക് ഇന്ററപ്റ്റ് ചെയ്യാതെ അവര് പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കും. ലിസണിങ് ആൻഡ് ഹിയറിങ് ഡിഫറെന്റ് ആണ്. ഇപ്പൊ ഞാൻ ഈ റൂമിൽ ഇരിക്കുമ്പോൾ പുറത്ത് കാക്ക കരയുന്ന ശബ്ദം കേൾക്കാം, എന്തെങ്കിലും വണ്ടി പോകുന്ന കേൾക്കാം, താഴെ അവരെന്തൊക്കെയോ ചെയ്യുന്ന ശബ്ദമൊക്കെ കേൾക്കാം എനിക്ക്. ഓക്കെ, പാത്രത്തിന്റെയോ അങ്ങനെയൊക്കെ കേൾക്കാം. അത് ഞാൻ കേട്ട് ഈ ചെവി കൂടെ കേട്ട് ഞാൻ ഈ ചെവി കൂടെ കളയുന്നേ ഉള്ളൂ. ഇറ്റ്സ് സിംപ്ലി ഹിയറിങ് അല്ലേ. പക്ഷെ ഞാൻ കേൾക്കുമ്പോൾ എവിടെ കൊണ്ട് കേൾക്കണം? ചെവി കൊണ്ടാണോ കേൾക്കണ്ടേ? ഇങ്ങനെ ഒരാളൊരു വിഷമം പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഹൃദയം കൊണ്ട് കേൾക്കണം, അല്ലെങ്കിൽ ഹൃദയം കൊണ്ട് കേൾക്കണം. നമ്മൾ എംപതറ്റിക് ആകണം. ആ ഒരു വ്യക്തിയുടെ സ്ഥാനത്ത് നമ്മൾ നിന്നിട്ട് ആ വേദന മനസ്സിലാക്കി നമ്മൾ അയാൾ പറയുന്നത് കേൾക്കണം. സോ ലിസൺ, ആ ഒരു ഹാർട്ട് യൂസ് ചെയ്തിട്ട് നമ്മളത് കേൾക്കുവാണ്, നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മളത് കേൾക്കും. അയാളോട് എന്തെങ്കിലും സംസാരിക്കേണ്ടതായിട്ട് വരുവാണെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മളുടെ മൗത്ത് യൂസ് ചെയ്ത് സംസാരിക്കരുത്, നമ്മൾ ഹൃദയം കൊണ്ട് തന്നെ സംസാരിക്കണം. ആ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാകണം. നമ്മൾ അങ്ങനെ കേൾക്കുമ്പോൾ, അങ്ങനെ അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ആശ്വാസമായിരിക്കും. അതേസമയം നമ്മൾ അവരെ ജഡ്ജ് ചെയ്യുക, ഓ ഇതൊക്കെയാണ് പ്രശ്നം, എനിക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. പക്ഷെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഓരോരുത്തർക്കും അവരുടെ വേദന തന്നെയാണ്. ഒരാളുടെ റൈറ്റ് ആകണമെന്നില്ല വേറൊരാളുടെ റൈറ്റ് അല്ലെ. അപ്പൊ അതുകൊണ്ട് അവരുടെ വേദന അത് അവരുടെ വേദന തന്നെയാണ്. കുഞ്ഞു കുട്ടികൾ വന്നിട്ട് ഓരോ വിഷമം പറയില്ലേ, നമുക്ക് ചിലപ്പോൾ ചിരി വരുമായിരിക്കും അവരുടെ ആ ഒരു ഫീലിങ്സും ഒക്കെ പറയണേക്കും. പക്ഷെ നമ്മൾ എംപത്തറ്റിക് ആയിട്ട് ആ ഒരു കുഞ്ഞു മനസ്സിനേറ്റ് ആ വേദന മനസ്സിലാക്കി തന്നെ നമ്മളത് കേൾക്കണം. അങ്ങനെ ആയാൽ മാത്രമാണ് അവര് നമ്മുടെ അടുത്ത് വീണ്ടും വീണ്ടും വന്ന് പറയുള്ളൂ. അല്ലെങ്കിൽ അവരത് കേൾക്കുന്ന വേറെ വല്ല ആളുകളുടെ അടുത്തേക്ക് പോവും. അതൊരു റോങ് വേ ആയാൽ അതിലും വലിയ അപകടങ്ങളൊക്കെ സംഭവിക്കും. അതാണ് ഫസ്റ്റ് PFAക്ക് വേണ്ടുന്ന മെഡിസിൻ. അതാണ് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ നമുക്ക് വേണ്ടത് ഈ ഒരു ഹൃദയം, കേൾക്കാൻ പറ്റുന്ന ഹൃദയം. എനിക്ക് കേൾക്കാൻ സമയമുണ്ട്, അല്ലെങ്കിൽ ഞാൻ കേൾക്കാൻ തയ്യാറാണ്, പറഞ്ഞോളൂ എന്നുള്ള രീതിയിൽ നമ്മൾ വളരെ വെൽക്കമിങ് ആയിട്ട് വളരെ പ്ലസന്റ് ആയിട്ട് അവരുടെ മുന്നിൽ ഇരുന്നാൽ മാത്രമാണ്
അവര് പറയുള്ളൂ. ഇടയ്ക്ക് നമ്മൾ വാച്ചിൽ നോക്കുക, മൊബൈലിൽ നോക്കുക, ക്ലോക്ക് വാളിലുണ്ടെങ്കിൽ അത് നോക്കുക, അതൊന്നും ശരിയായ രീതിയിലുള്ള അവർക്ക് മടുത്ത് പോകും. പിന്നെ ചില കേസസിൽ ഈ ആളുകള് എന്താ പറയാ, നമ്മൾ ചിലപ്പോ കേട്ടുകൊണ്ടേയിരിക്കുമായിരിക്കും, ഒന്നും നമ്മൾ തിരിച്ചു പറയണ്ടാവില്ല. പക്ഷെ അവര് പറയും, നിങ്ങൾ ഇത് എന്താ ഞാൻ ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മളോട് ഇങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ നമ്മളൊരു അഡ്വൈസ് കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിന് പകരം നമ്മൾ അയാളെ കൊണ്ട് തന്നെ അയാളുടെ പ്രോബ്ലം സോൾവ് ചെയ്യിക്കാവുന്ന രീതിയിലുള്ള ഓപ്പൺ ക്വസ്റ്റ്യൻസ് ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ചെയ്താൽ എന്തായിരിക്കും, നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന പോസിറ്റീവ് എന്താണ്, നിങ്ങളുടെ നെഗറ്റീവ് എന്താണ്, നഷ്ടമുണ്ട്, നിങ്ങളുടെ ലാഭമുണ്ട്, നിങ്ങൾ അതൊന്ന് ആലോചിക്കൂ എന്നിട്ട് പറയും. അപ്പൊ അയാൾ ആലോചിക്കണം, ആ ശരിയായിരുന്നു, ഞാൻ ഇങ്ങനെ ചെയ്താൽ ഇത് ശരിയായി വന്നില്ല. ഓക്കെ. അപ്പം എന്റെ മുന്നിൽ വന്നൊരു കേസായിരുന്നു. ഒരു ഹസ്ബൻഡ്, എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു ഫാമിലി ആയിരുന്നു കേട്ടോ. അപ്പൊ ഈ ഹസ്ബൻഡ് ഒരു ബിസിനസ്സുകാരനാണ്. അപ്പോ പുള്ളിക്ക് ആദ്യമായിട്ട് ബിസിനസ്സിൽ ഒരു തകർച്ച വന്നു, ഒരു നഷ്ടം. നല്ല മിടുക്കനായിട്ട് ബിസിനസ് ചെയ്ത ഒരാളാണ്. ഫസ്റ്റ് ടൈമാണ് ആ ഒരു തകർച്ച വരുന്നത്, ഒരു ലോസ്. പുള്ളിക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. പുള്ളിക്ക് മേ ബി ക്യാഷ് എങ്ങനെയെങ്കിലൊക്കെ പുള്ളി മാനേജ് ചെയ്യായിരിക്കും. പക്ഷെ ആദ്യമായി പുള്ളിയുടെ ബിസിനസ്സിൽ വന്ന ഒരു താന്നുപോയില്ലേ, ആ ഒരു ഇത് പുള്ളിക്ക് ഈഗോ പ്രശ്നം, മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. പുള്ളി വന്നത് ഇതാണ്, എനിക്ക് വേറെ കാര്യങ്ങളൊന്നും പറയാനൊന്നുമില്ല, ഞാൻ സൂയിസൈഡ് ചെയ്യാൻ പോവാണ്, എനിക്കിനി ജീവിക്കണ്ട, എന്റെ ബിസിനസ് അങ്ങനെ തകർന്നു, അത് ചെറിയ തകർച്ചയാണെങ്കിലും വലിയ തകർച്ചയാണെങ്കിലും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, ഞാൻ സൂയിസൈഡ് ചെയ്യാൻ പോവാണ്. അപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നപ്പം അയാൾക്ക് അയാളുടെ വൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു സ്ത്രീ, വളരെ സാധു. അവർക്ക് ആകെ അറിയാവുന്നത് ഹസ്ബൻഡിന്റെയും കുട്ടികളുടെയും വീട്ടിലെ കാര്യങ്ങൾ നോക്കാന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നിലും അവർ ഇടപെടാൻ പോകാറില്ല. ഹസ്ബൻഡിന്റെ ബിസിനസ്സിലോ അങ്ങനെയൊന്നും അവർ ഇടപെടാറില്ല. അവരെല്ലാം വീട്ടിലെ കാര്യങ്ങൾ നോക്കി അങ്ങനെ ഇരിക്കും. അങ്ങനെ ഇയാളിത് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, ബിസിനസിന്റെ തകർച്ചയൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. ഞാൻ ചോദിച്ചു, നിങ്ങൾ നിങ്ങളുടെ വൈഫിനോട് സംസാരിച്ചു എന്ന് ചോദിച്ചു. അപ്പം അയാള് പറഞ്ഞു, ഓ അതിനോട് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല, അവൾക്ക് എന്തറിയാം അതിനെ പറ്റി, ഒരു കുട്ടി എന്നുള്ള രീതിയിൽ അയാൾ ഇങ്ങനെ പറയാൻ തുടങ്ങി. വീണ്ടും അയാൾ പറയാണ്, ഞാൻ സൂയിസൈഡ് ചെയ്യും. അപ്പൊ ഞാൻ വീണ്ടും ചോദിച്ചു, ബിസിനസ് ഇങ്ങനെ ആയത് വൈഫിനോട് പറഞ്ഞിരുന്നു? വീണ്ടും അയാൾ പറയും, എനിക്ക് ജീവിതം എടുത്തു, ഞാൻ സൂയിസൈഡ് ചെയ്യും. വീണ്ടും ഞാൻ ഇതേ ചോദിച്ചു, വൈഫിനോട് ഇത് പറഞ്ഞിരുന്നു എന്ന് ചോദിച്ചു. അങ്ങനെ 5-6 തവണ ചോദിച്ചു കഴിയുമ്പോഴേക്കും കക്ഷി ആലോചിക്കാൻ തുടങ്ങി. ശരിയാണല്ലോ, ഞാനൊന്ന് അവളോട് ഇതൊന്ന് പറഞ്ഞു നോക്കാം എന്ന് പറഞ്ഞു പുള്ളി അവിടെ നിന്ന് ബൈ പറഞ്ഞു പോയി വൈഫിന്റെ അടുത്ത് പറയാനായിട്ട്. വൈഫിനോട് സംസാരിച്ചപ്പം വൈഫ് പറഞ്ഞു, എനിക്ക് ബിസിനസിനെ പറ്റി കാര്യമായിട്ടൊന്നും അറിയില്ല, പക്ഷെ നിങ്ങൾക്കിത് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. ഈ ഒരു നഷ്ടം, അയാൾക്ക് 5 ലക്ഷം രൂപയെങ്ങാണ്ടേ നഷ്ടം വന്നുള്ളൂ. അത് അയാളെ സംബന്ധിച്ച് അയാളൊന്ന് സ്ട്രഗിൾ ചെയ്താൽ ആ ഒരു നഷ്ടം നികത്താൻ പറ്റും. പക്ഷെ പുള്ളിക്ക് ആദ്യമായി സംഭവിച്ചതിന്റെ ഒരു ഈഗോ പ്രശ്നം. അപ്പൊ പുള്ളിയോട് പറഞ്ഞു, നമുക്കിത് എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യാലോ, അതിന് പ്രശ്നമൊന്നുമില്ല, അതിനെന്തെങ്കിലും മോർഗേജ് വെക്കണമെങ്കിൽ ഗോൾഡോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അതിനൊരു സമയം ചോദിക്കാം ക്ലയന്റിന്റെ അടുത്ത്. അങ്ങനെയുള്ള രീതിയിൽ അവർക്കറിയാവുന്ന ബേസിക് കാര്യങ്ങൾ വെച്ചിട്ട് ആ ഒരു വൈഫ് പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇത് കേട്ടപ്പോഴേക്കും ഇയാള് ചിന്തിച്ചു, ശരിയാണല്ലോ, ഇത്രയും നാളത്തെ എന്റെ നല്ല സന്തോഷമായിട്ടുള്ള ജീവിതമായിരുന്നു, വേറെ ബുദ്ധിമുട്ടുകളോ ഫ്രസ്ട്രേഷൻസോ ഒന്നുമില്ല. പിന്നെ ഞാൻ എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം കണ്ടപ്പോ ഈ ഒരു സൂയിസൈഡിനെ പറ്റി ചിന്തിച്ചെന്ന് അയാൾ മാറി ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ അവര് രണ്ടുപേരും കൂടെ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് പോയി. അപ്പം അയാൾക്ക് അത് വൈഫിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോ അവിടെ നിന്ന് അയാൾക്കൊരു സൊല്യൂഷൻ കിട്ടി. ഭയങ്കര ടെക്നിക്കൽ ഇന്റലക്ച്വൽ ആയിട്ടുള്ള സൊല്യൂഷൻ ആയിരിക്കില്ല, പക്ഷെ എന്നാലും അയാൾക്കൊരു സൊല്യൂഷൻ കിട്ടി. അയാളുടെ പോസിറ്റീവ് അവരെ ഉണർത്തുക ചെയ്തത്. നിങ്ങൾക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ തന്നെ അയാൾക്ക് പിന്നെ അവര് ഫിനാൻഷ്യലി കടം തീർക്കാനുള്ള ആ ഒരു ഗോൾഡ് അവരുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞതും ആ ഒരു സപ്പോർട്ടൊക്കെ അയാളെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. ഇതാണ് ഓരോ മനുഷ്യരും ഓരോ സമയത്ത് എങ്ങനെ ചിന്തിക്കും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മളുടെ മുന്നിൽ ഒരാൾ വരുവാണ്, അയാളെ തുറന്നു പറയുവാണെങ്കിൽ നമ്മൾക്ക് അയാളെ ആ ഒരു സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. അതേസമയം നമുക്ക് അവർ ഒന്നും വേണ്ടുന്നില്ല,
അവരുടെ എക്സ്പ്രഷനിൽ നിന്നും നോൺ വെർബൽ ക്യൂസ്, മുഖത്ത് മാറി മറിയുന്ന ആ ഒരു എക്സ്പ്രഷനിൽ നിന്നും എല്ലാം നമുക്ക് മനസ്സിലാവുന്നു ആൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്. നമ്മളിപ്പോ അവരോട് ഓപ്പണായി സംസാരിക്കുന്നു. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, എന്താ നമുക്ക് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ, അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് ചോദിക്കാം. പലപ്പോഴും നമുക്കറിയാം നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഫുൾ ഓഫ് ഹാപ്പിനെസ് അല്ല, അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ട് അല്ലേ? സങ്കടമുണ്ട്, സന്തോഷമുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാ രീതിയിലുള്ള ഇമോഷൻസും ഫീലിങ്സും ഒരു അവിയൽ പോലെ കിടക്കുക നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇതിനെ നമ്മൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ സമാധാനം, സന്തോഷം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ഇത് പോവുകയാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് ആരുടെയെങ്കിലും സഹായം തേടാം. അപ്പോൾ നമ്മളെ കേൾക്കുന്ന ഒരാളുടെ അടുത്ത് പോകാം, അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയ ഏതെങ്കിലും ആളുകളുടെ അടുത്ത് പോകാം. ആളുകളിൽ എന്തെങ്കിലും ഒരു വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ അവരിൽ ദുഃഖം, സങ്കടം, പിന്നെ അത് ഡിപ്രഷനിലേക്ക് പോകുന്നു. പിന്നെ അപ്പോൾ ഈ ഇങ്ങനെ ഓരോരോ യാത്രകളിൽ ഇടയ്ക്ക് ഇവരെ കേൾക്കാനോ ഇവരെ സപ്പോർട്ട് ചെയ്യാനോ ഒരാളില്ലെങ്കിൽ ഇവര് ഡിപ്രഷനിലേക്ക് കിടക്കും. അവിടെയും അവർക്ക് ഇന്റർവെൻഷൻ ഒരാളെ കിട്ടിയില്ല, കാര്യങ്ങൾ പറയാൻ ഒരാളെ കിട്ടിയില്ല. അപ്പൊ അവര് ക്ലിനിക്കൽ ഡിപ്രഷനിലേക്ക് പോകും. ക്ലിനിക്കൽ ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെഡിസിൻ കഴിക്കാതെ നമുക്ക് മാറില്ല നമ്മുടെ ഈ സൈക്കോട്ടിക് ഡിസോർഡർ. മറ്റേത് ചെറിയൊരു പ്രശ്നം വരുമ്പോൾ ഒരു പാട്ട് കേൾക്കുന്നു, നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യുന്നു, കുക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ അല്പം ഒന്ന് യാത്ര പോകുന്നു, അല്ലെങ്കിൽ ഒരു മൂവി കാണുന്നു, അങ്ങനെയൊക്കെ നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും നമ്മുടെ കുറച്ച് ടെൻഷൻസ് ഒക്കെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് റിലീസായി പോകും അല്ലെ? അപ്പൊ അതൊന്നും പറ്റാതെ വീണ്ടും വീണ്ടും ഡിപ്രഷന്റെ പടുകുഴിയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ക്ലിനിക്കൽ ഡിപ്രഷനായി മെഡിസിൻസ് കൊടുത്താലേ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുള്ളൂ, അങ്ങനെ ഒരു രീതിയിലേക്ക് വന്നു. അപ്പോഴും ഇങ്ങനെ ഒരു ആളുടെ, ഒരു തെറപ്പിസ്റ്റിന്റെ അടുത്ത് പോകാനോ അങ്ങനെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് പോയി മെഡിസിൻ എടുക്കാനോ ഒന്നും അയാൾക്ക് കൊണ്ട് പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ അയാളുടെ മനസ്സിൽ ഡെസ്പെയർ, നിരാശയായി ജീവിതത്തോടുള്ളത്. ആ ഒരു നിരാശയിലേക്ക് പോകും. ഞാൻ എന്തിനാ ജീവിക്കുന്നത്, ആ ഒരു തോട്ട് വരും. ആ ഒരു ടൈമിലും അതിൽ നിന്നും നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ വീണ്ടും അയാളുടെ ആ ഒരു തോട്ട്സ് സൂയിസൈഡിലേക്ക് പോകാൻ, എനിക്ക് മരിക്കണം. പിന്നെ അയാളുടെ മീൻസ് കണ്ടുപിടിക്കാൻ തുടങ്ങും, അതിന് വേണ്ടുന്ന മാർഗങ്ങൾ. എങ്ങനെ മരിക്കും? ഹാങ് ചെയ്യണം, പോയ്സൺ കഴിക്കണം, ട്രെയിനിന്റെ മുന്നിൽ ചാടണം, മണ്ണെണ്ണ ഒഴിച്ചു കത്തിക്കണം, അങ്ങനെയുള്ള പല പല തോട്ട്സ്, മീൻസിനെ കുറിച്ചുള്ള തോട്ട്സ് അയാൾക്ക് വരുന്നു. അങ്ങനെ അയാൾ ഒരു ദിവസം ഫിക്സ് ചെയ്ത്, ഒരു മെത്തേഡും ഫിക്സ് ചെയ്തിട്ട് ആള് മരിക്കുകയാണ്. അങ്ങനെയാണ് പല സൂയിസൈഡ് കേസും ഉണ്ടാകുന്നത്. ഒട്ടുമിക്ക സൂയിസൈഡ് കേസ് ചിലത് പെട്ടെന്നൊരു ട്രിഗറിൽ ചെയ്യുന്നതായിരിക്കും, ചിലരിങ്ങനെ ചിന്തിച്ച് ഡിപ്രഷൻ സ്റ്റേറ്റിലേക്ക് പോയി അങ്ങനെ പോയിട്ട് ചെയ്യുന്നവരുണ്ടാവും. അപ്പൊ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള ആളുകളില് പല പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടാവും. ചിലര് നമ്മളോട് ഷെയർ ചെയ്യായിരിക്കും, നമ്മൾക്ക് എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വേറൊരാളോട് ഷെയർ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ അതിനൊരു ബദൽ ഒരു കാര്യം നമ്മൾ കണ്ടുപിടിക്കും. എങ്ങനെയെങ്കിലും എന്റെ ഈ ടെൻഷൻ എനിക്ക് ഒന്ന് പുറത്ത് കളയണം, അതിനെന്താ ചെയ്യാൻ പറ്റുക? പാട്ട് കേൾക്കണം, നല്ല ഇഷ്ടപ്പെട്ട മൂവി കാണണം, പുറത്തു പോയി തിയേറ്ററിൽ പോകണം, കുറച്ചൊന്ന് ഡ്രൈവ് ചെയ്യണം, അല്ലെങ്കിൽ കളർ ചെയ്യണോ, വരയ്ക്കണോ, പടം വരയ്ക്കണോ, അങ്ങനെയൊക്കെ നമ്മൾ ഒന്ന് ചിന്തിച്ച് നമ്മൾ അത് വെന്റിലേറ്റ് ചെയ്യാൻ നമ്മളുടെ ഭാഗത്തുനിന്ന് മാക്സിമം എഫേർട്ട് എടുക്കും. നമ്മളുടെ ഒരു സെൽഫ് ഹീലിംഗ് അല്ലെ? സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡില് ഫസ്റ്റ് വേണ്ടത് നമ്മൾക്കൊരു ഹീലിംഗ് തന്നെയാണ്. നമ്മൾ ഇതുപോലെ കുറെ ആളുകളെ കേട്ടു, ഇവരുടെ വിഷമങ്ങൾ മുഴുവനും നമ്മുടെ ഉള്ളിലായിട്ട് അവര് റിലാക്സ്ഡ് ആയി, അവർക്ക് ഭാരം ഇറക്കി വെച്ചു, ഭാരം മുഴുവൻ ഇപ്പൊ നമ്മുടെ നെഞ്ചത്ത്. അപ്പൊ നമ്മൾക്കൊരു സെൽഫ് ഹീലിംഗ് ആവശ്യമാണ്. നമ്മളെ തന്നെ ഒന്ന് ഹീൽ ചെയ്യണം. ആ ഒരു സെൽഫ് ഹീലിംഗ് നമുക്ക് ആവശ്യമാണ്. സോ ആ ഹീലിംഗ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് കുറച്ച് ക്വാളിറ്റി വേണം. നമ്മളെ ഹീൽ ചെയ്യണമെങ്കിൽ, നമ്മൾക്ക് സംസാരിക്കണമെങ്കിൽ നമ്മൾ തന്നെ ഉള്ളൂ അല്ലെ? സെൽഫ് ടോക്ക് നമുക്ക് അനലൈസ് ചെയ്യാം. ഞാൻ അത് അവിടെ ചെയ്തത് ശരിയാണ്, ഞാൻ കുറച്ചുകൂടെ ഞാനവിടെ മോശമായി പെരുമാറിയോ, കുറച്ചുകൂടെ നന്നായിട്ട് എനിക്ക് ചെയ്യാമായിരുന്നു, ഇനി എനിക്ക് എന്താണ് അവിടെ കറക്റ്റ് ചെയ്യാൻ പറ്റുക, അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ കാര്യങ്ങൾ മുന്നോട്ടെടുക്കും. നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ PFA വന്നോന്നും നോക്കി, സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് വന്നിട്ടുണ്ടോ? ഞാൻ അതിലേക്ക് കടന്നില്ല, ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ. മെന്റൽ ഹെൽത്തും സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡും കൂടെ കണക്ട് ചെയ്തിട്ട് ഞാനൊന്ന് പറഞ്ഞുള്ളൂ. ഒരു മിനിറ്റ്.
വന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ അതൊന്ന് വായിച്ചോളൂ. അതില് 28 പേജോളം ഉണ്ടാവും. നമുക്ക് അത്രയൊന്നും ആവശ്യമില്ല, പക്ഷെ പേഴ്സണലി നമുക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അത് വായിക്കാവുന്നേ ഉള്ളൂ. നമ്മളുടെ കാര്യത്തിൽ കുറച്ചൊരു 3 ടോപ്പിക്സോളം നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യും. അതിനു മുമ്പ് വേറൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഒരു അഡൾട്ട് എന്നുള്ള നിലയിൽ നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തെടുക്കണം എന്നുള്ളത് ഒരു സെൻസ് നമുക്കുണ്ട്, അല്ലെ? എനിക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു കിടക്കണം. നമ്മൾ വളരെ വേണ്ടപ്പെട്ട ഒരാളോട് സംസാരിക്കും, അല്ലെങ്കിൽ ആരുടെയെങ്കിലും സപ്പോർട്ട് കൂടി പ്രൊഫഷണൽ ആയ ഒരാളെ കണ്ട് നമ്മൾ ആ പ്രോബ്ലം എങ്ങനെയെങ്കിലും സോൾവ് ചെയ്ത് നമുക്ക് സമാധാനം സന്തോഷത്തോടു കൂടി ജീവിക്കണം. നമ്മളെ കണക്ട് ചെയ്യുന്ന വേറെ മനുഷ്യരുണ്ട്. അപ്പം നമ്മൾ നേരായിരുന്നാലാണ് നമ്മൾ മെന്റൽ ഹെൽത്തിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കും. അതേസമയം ഒരു കൊച്ചു കുട്ടിയാണെങ്കിലോ, അതിനൊരു പ്രശ്നം വന്നു, ഒരു അബ്യൂസ് നേരിട്ടു, ആ കുട്ടി എന്ത് ചെയ്യും? അതിനൊരാളുടെ അടുത്ത് പോയി പറഞ്ഞു പ്ലീസ്. ടീച്ചറിനോട് പറയുമായിരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ അമ്മയോട് പറയും. അപ്പൊ അങ്ങനെ പറയാനുള്ള ഒരു സ്പേസ് ഒരു പാരന്റ് എന്നുള്ള നിലയിൽ നമ്മൾ നമ്മളുടെ വീട്ടിലുണ്ടാക്കി വെക്കണം. നമ്മളൊരു ടീച്ചർ ആണെങ്കിൽ ടീച്ചർ എന്നുള്ള നിലയിൽ ആ ഒരു സ്പേസ് ആ കുട്ടിക്ക് പേടിയില്ലാതെ ഞാനിവിടെ സേഫ് ആണ്, സെക്യൂർ ആണെന്നൊരു ഫീല് നമ്മളുടെ കൈകളിൽ, അത് സേഫ് ആണ്, സെക്യൂർ ആണെന്നുള്ള ഫീൽ ആ കുട്ടിക്ക് വേണം. എന്നാൽ മാത്രമാണ് അത് നമ്മളോട് തുറന്നു പറയുള്ളൂ, അല്ലെങ്കിൽ അതൊരിക്കലും തുറന്നു പറയില്ല. അപ്പൊ നമുക്ക് പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? കുട്ടിക്ക് ഒരു 3 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നതെല്ലാം അതിന്റെ മെമ്മറിയിൽ അങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതൊരിക്കലും മറന്നു പോവില്ല. നമുക്കും ചില കാര്യങ്ങൾ മറക്കാനെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും മറക്കാൻ പറ്റാതെ വരൂലേ? അപ്പൊ പിന്നെ ചെയ്യാൻ പറ്റുന്നത് എന്താ? ഇത് ഉള്ളിലുണ്ടാവും, മറന്നിട്ടുണ്ടാവില്ല. പക്ഷേ അങ്ങനെ തന്നെ ജീവിതത്തെ വളരെ ധൈര്യത്തോടു കൂടി നേരിടാനുള്ള ഒരു പോസിറ്റീവ്നെസ് ആ ഒരു കുട്ടിക്ക് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റുക. അതിന് ചിലപ്പോൾ ചില തെറാപ്പി സെഷൻസ് വേണ്ടി വരും, ചിലപ്പോൾ നമ്മൾ തന്നെ മതിയാവുമായിരിക്കും അവർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്രൊഫഷണലി ആയിട്ടുള്ള ആർക്കെങ്കിലുമായിട്ട് കണക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഇതാണ് കുഞ്ഞു കുട്ടികളെ സംബന്ധിച്ച് അവര് വല്ലാതെ വിഷമിക്കും. അവർക്ക് ആരോട് പറയണമെന്ന് അറിയില്ല. അങ്ങനെ അവർ ഭയങ്കരമായിട്ട് വിഷമിച്ച് ഇരിക്കാറുണ്ട് കുട്ടികൾ. അപ്പൊ അവിടെ നമ്മൾ അവരുടെ മുഖത്തു നിന്നും നമ്മള് മനസ്സിലാക്കണം അവർക്ക് എന്താ ഒരു പ്രശ്നം എന്നുള്ളത്. നമ്മളുടെ ഏതെങ്കിലും സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലും, അല്ലെ, നമ്മളുടെ ശബ്ദം ഒന്ന് മാറുമ്പോൾ അവര് ചോദിക്കും എന്ത് പറ്റി, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കും. അത് ഈവൻ ഫോണിലൂടെ കേട്ടാൽ തന്നെ അവര് ചോദിക്കും എന്ത് പറ്റി, ശബ്ദത്തിനൊരു വല്ലായിക, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഫേസ് കാണുമ്പോൾ അവര് ചോദിക്കും എന്തെന്താ മുഖം വല്ലാതെ വാടിയിരിക്കുന്നത്, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? അങ്ങനെയുള്ള സുഹൃത്തുക്കളും നമ്മുടെ വീട്ടിലുള്ള മറ്റു മെമ്പേഴ്സും ഇല്ലേ? അതാണ് ആ ഒരു നോൺ വെർബൽ ക്യൂസിലൂടെ നമുക്ക് മനസ്സിലായാൽ നമ്മൾ ഡെഫിനറ്റ്ലി അവിടെ ഒരു ഇന്റർവെൻഷൻ നടത്താം. ഞാനൊരു ദിവസം മോള് +1 +2 പഠിച്ചത് കാഞ്ഞിരപ്പള്ളിയിലായിരുന്നു. കാഞ്ഞിരപ്പള്ളി നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. കാഞ്ഞിരപ്പള്ളി ആനക്കൽ ഒരു സ്കൂളുണ്ട്, ആ സ്കൂളിലായിരുന്നു. അപ്പൊ ഏകദേശം ഒരു 3 hours ബസ്സേ ഉള്ളൂ, ബസ്സിൽ യാത്ര ചെയ്യണം. അപ്പൊ ഞാനൊരു ദിവസം, അപ്പൊ അവള് പല്ലിന്റെ കമ്പി ഇട്ടത് അവിടുത്തെ ഹോസ്പിറ്റലിലായിരുന്നു. അവിടെ ആയിരുന്ന സമയത്ത് ഞാനപ്പോ ഒരു ദിവസം ഇവിടെ ആ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുക. ഞാൻ വൈറ്റിലെ ഹബില് വന്നു. അവിടുന്ന് ഒരു ബസ്സിൽ കയറി, പാലായ്ക്കുള്ള ബസ്സിലാണ് കയറിയത്. പാലായ്ക്കുള്ള ബസ്സിൽ കയറി ഞാൻ ഇരുന്നപ്പോ എന്റെ അടുത്ത് വേറൊരു പെൺകുട്ടി വന്നിരുന്നു. അതും വൈറ്റിലേക്ക് സൗണ്ട് കട്ടായി പോകുന്നു. കട്ടായി പോകണോ? ഞാനിടയ്ക്ക് ഓഡിയോക്ക് ഒരു പ്രശ്നം. ഇന്നലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്ലാസ് എടുത്തപ്പോൾ ഈ പ്രശ്നം ഉണ്ടായിരുന്നു. എന്റെ വോയിസ് ബ്രേക്ക് ആവണോ തന്നെ ബ്രേക്ക് ആവണോ എന്നറിയില്ല. ഇപ്പൊ ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? എനിക്ക് അവിടെ ഫുൾ റേഞ്ചാ കാണിക്കുന്നത്. പിന്നെ എന്താ ഇഷ്യൂ എന്ന് മനസ്സിലാവില്ല. ഓക്കെ, അങ്ങനെ പോയി ഞാൻ ബസ്സിൽ ഇങ്ങനെ ഇരുന്നു. അപ്പൊ ഇരിക്കുന്നു, അതിന്റെ അടുത്താണ് ഞാൻ പോയി ഇരുന്നത്. വളരെ യങ്ങാണ്. ആ കുട്ടീനെ അതിന്റെ ബാഗ്, ഒരു ബാഗുണ്ട്, ഒരു ട്രാവലിംഗ് ബാഗ് പോലെ ഉണ്ട്. കണ്ടിന്യൂസ് ഇങ്ങനെ ഫോണിൽ സംസാരിക്കും കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ ശ്രദ്ധിക്കാതിരിക്കുക. പക്ഷെ കുറച്ച് കഴിയുമ്പോ നമ്മളുടെ അടുത്തിരുന്ന ഒരാള്
കുറേ പ്രാവശ്യം ഫോൺ അറ്റൻഡ് ചെയ്ത് ഇങ്ങനെ ഒരേ കാര്യം ഒക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ അറിയാതെ ഒന്ന് ശ്രദ്ധിച്ചു പോലും. അപ്പൊ ഹോസ്പിറ്റൽ കേസ് എന്തോ പറയുന്ന പോലെ എനിക്ക് മനസ്സിലായി. അപ്പൊ ആരോ വിളിച്ചപ്പോ അത് പറയുന്നുണ്ട്, എനിക്കറിയില്ല, എനിക്ക് രാവിലെ കോള് വന്നു, പപ്പയ്ക്ക് വയ്യ എന്ന് പറഞ്ഞ് കോള് വന്നു, നെഞ്ചുവേദനയാണ്, അങ്ങനെ ഞാൻ വേഗം ലീവ് എടുത്ത് പോകുന്നതാണെന്നൊക്കെ ഈ കുട്ടി പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിനിങ്ങനെ ഭയങ്കര ടെൻഷനായിട്ടിരിക്കുക. കാരണം ഹോസ്പിറ്റലിലാണ് അതിന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി. അപ്പൊ അവിടെ എത്തുക എന്നുള്ളതാണ് ആ കുട്ടിയുടെ ഉദ്ദേശം. അപ്പൊ ഇങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോ ഈ കുട്ടിയുടെ അമ്മ വിളിച്ചു. അപ്പം എന്തോ സുഖകരമല്ലാത്ത സംഭവം നടന്നിട്ടുണ്ട്. അത് അസുഖം കൂടുതലായതാണോ വേറെ എന്തെങ്കിലും അവസ്ഥയാണോ എന്ന് മനസ്സിലായില്ല. അപ്പൊ അമ്മ വിളിച്ചപ്പോ അമ്മ ഇരുന്ന് കരയുവാണ്, ഒന്നും സംസാരിക്കുന്നില്ല. അപ്പൊ മമ്മി എന്തെങ്കിലും പറയുന്ന ഈ കുട്ടി പറയുന്നുണ്ട്, കരയുവാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പം ഈ കുട്ടി ഫോൺ വെച്ച് കഴിഞ്ഞപ്പം ഇത് ഇങ്ങനെ ഇരിക്കുമ്പോ എന്റെ കൈ ഇങ്ങനെ അതിന്റെ കയ്യിൽ ഇങ്ങനെ നല്ല ടൈറ്റ് ആയിട്ട് എന്റെ ഇപ്പുറത്ത് ഒരാളും കൂടെ വന്നിരുന്നപ്പോ അങ്ങ് ശരിക്കും ടൈറ്റ് ആയിപ്പോയി. അപ്പൊ ഇതിനെ മുട്ടുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ബോഡി മുഴുവൻ ഇങ്ങനെ ഐസ് പോലെ തണുത്തിരിക്കുവാണ്. എന്റെ കയ്യിൽ ഇങ്ങനെ എന്റെ കൈ മുട്ടിയപ്പോ എനിക്ക് ആ ഫീല് വരുക. അത് ഞാൻ പതുക്കെ ഇതിന്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചപ്പോഴേക്കും ഈ കൊച്ചു ഭയങ്കരമായിട്ട് പൊട്ടിക്കരഞ്ഞു. കാരണം അതിനിങ്ങനെ ടെൻഷൻ സ്ട്രെസ് വന്നിട്ട് പപ്പയ്ക്ക് എന്താണ് സംഭവിച്ചിരിക്കണേന്ന് ആരും ഒന്നും പറയണമില്ല, അതിന് മനസ്സിലാവണമില്ല. അതിന് എന്തൊക്കെയോ അവിടെ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളൊരു ഫീലും വന്നിട്ട് ഇതങ്ങ് വിങ്ങിയിരിക്കുന്ന സമയത്താണ് ഞാൻ ഇതിനെ പതുക്കൊന്ന് തൊട്ടതും ഈ കുട്ടി ഭയങ്കരമായിട്ട് എന്റെ കയ്യിൽ പിടിച്ചിട്ട് കുറേ സമയം കരഞ്ഞു. അത് കരഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ചോദിച്ചു, വെള്ളം വേണോന്ന് ചോദിച്ചു. അപ്പൊ അത് തലയാട്ടി. പിന്നെ വെള്ളം കുടിച്ചു. ഞാൻ പറഞ്ഞു, അപ്പൊ എനിക്ക് പോകേണ്ടത് പാലായിൽ നിന്നും ഈരാറ്റുപേട്ട റൂട്ടിലാണേ. ഈരാറ്റുപേട്ട ചെന്നിട്ട് അവിടെ നിന്ന് വേണം എനിക്ക് കാഞ്ഞിരപ്പള്ളി പോകാനായിട്ട്. അങ്ങനെയാ റൂട്ട്. ഈ ബസ് പാലാ വരെ ഉള്ളൂ. പാലായല്ല, ഈരാറ്റുപേട്ട വരെയുള്ള ബസ്സാണ്. ഇപ്പൊ ഈ കുട്ടിക്ക് പാലായിൽ ഇറങ്ങണ്ടേ. അപ്പൊ ഞാൻ ഇതിനോട് ചോദിച്ചു, ഞാൻ പാലായിൽ കൂടെ ഇറങ്ങട്ടെ എന്ന് ചോദിച്ചു. വേറെ ആരെങ്കിലും വരുമോ എന്ന് ചോദിച്ചപ്പോ ഇല്ല, ഒരു അങ്കിള് വരും, അങ്കിള് വന്ന് എന്നെ പിക്ക് ചെയ്തുകൊണ്ട് പോകുന്നു പറഞ്ഞു. ഞാനങ്ങനെ അത് പാല എത്തുന്നവരെയും ഈ കുട്ടി എന്റെ കയ്യിൽ പിടിച്ചുകൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞിട്ട് പാല എത്തിയപ്പോഴേക്കും അത് പോവാട്ടോ എന്നും പറഞ്ഞിട്ട് ഇറങ്ങി. അപ്പൊ ഞാനിരുന്ന് പ്രാർത്ഥിച്ചു, കുട്ടിക്ക് എന്ത് സംഭവമാണെങ്കിലും അത് മാനേജ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അതിന് കൊടുക്കണേ, ഒരു പവർ കൊടുക്കണേ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. പിന്നെ എന്താ ഏതാന്നൊന്നും നമുക്കറിയില്ലല്ലോ, പരിചയമില്ലാത്ത ഒരാളല്ലേ. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പൊ നമുക്ക് എനിക്കിപ്പോ അവിടെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, സത്യം പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ കുട്ടിക്ക് ഇപ്പൊ ഒന്ന് പൊട്ടിക്കരയാനുള്ള ഒരു ഫീൽ അതിന് പെട്ടെന്ന് വന്നു. അതിനത് അവിടെ വെന്റിലേറ്റ് ചെയ്യാൻ പറ്റി, അതിന്റെ വിഷമം ആ കരച്ചിലൂടെ. ഇതുപോലെ തന്നെ എത്രയോ മനുഷ്യർ നമ്മുടെ ചുറ്റുപാടും ഉണ്ടാകും, നമ്മുടെ വീട്ടിലുണ്ടാകും. കുട്ടികളാണെങ്കിലും പ്രായമായ ആൾക്കാരുണ്ടാവുമായിരിക്കും, നമ്മുടെ അച്ഛനോ അമ്മയോ നമ്മുടെ ഇൻലോസോ ആരെങ്കിലുമൊക്കെ കാണും. പ്രായമായി കഴിയുമ്പം ഇവർക്ക് ചില മെഡിക്കൽ കണ്ടീഷൻസ് വരുമ്പോൾ ഭയങ്കര ഡിപ്രഷൻ ആയിരിക്കും. കാരണം ഇത്രയും കാലം വളരെ ആക്റ്റീവായി നടന്നവരായിരിക്കും. ഈ ഒരു അസുഖം വരുമ്പോഴേക്കും എനിക്കിത് വന്നല്ലോ, എനിക്ക് കാരണം നോർമൽ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ. അപ്പൊ അവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ്. നമുക്ക് ആരുടെയും ചില അസുഖങ്ങളൊന്നും മാറ്റാൻ പറ്റായിരിക്കും, പക്ഷെ മാക്സിമം അവർക്കൊരു സേഫ്, കാം, സെക്യൂർ ആയിട്ടുള്ള ഒരു ഫീൽ, ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റണം. ഒക്കെ അപ്പൊ ഞാൻ വായിച്ചുകൊണ്ട് വരേണ്ട ടോപ്പിക്സ് ഞാനൊന്ന് പറഞ്ഞു വെക്കണം. അപ്പൊ നിങ്ങൾ ആ PDF നോക്കിയിട്ട് ഒന്ന് വായിച്ചിട്ട് വരണം. നമുക്ക് ക്ലാസ്സിൽ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം, പറയാം. ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം കേട്ടോ. നമുക്ക് പറയാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ നോ പ്രോബ്ലം, ഈ ഒരു പ്ലാറ്റ്ഫോമിൽ പറയേണ്ട. പക്ഷെ നിങ്ങൾക്ക് ഷെയർ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് പറയാം. അതിനുള്ളൊരു പ്ലാറ്റ്ഫോമാണ്, ക്ലാസ് മാത്രം നടക്കുന്ന പ്ലാറ്റ്ഫോമല്ല. അപ്പൊ PFA സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡില് ഫസ്റ്റ് ടോപ്പിക് നിങ്ങൾ വായിച്ചിട്ട് വരേണ്ടത്, ഇതിന്റെ ഒരു 7 തീംസ് വരുന്നുണ്ട്. ഈ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡിന്റെ 7 തീംസ് ഇങ്ങനെ പിക്ചർ കാണാനായിട്ട് പറ്റും. റൗണ്ടില് PFA ഇട്ടിട്ട് അതിന്റെ ചുറ്റും സർക്കിൾസ് ഓരോരോ പോയിന്റ്സ് ആയിട്ട് 7 തീംസ് കൊടുത്തിട്ടുണ്ട്. അത് വായിക്കണം. പിന്നെ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് നോട്ട് സൈക്കോളജിക്കൽ
ഡീബ്രീഫിംഗ്, നോട്ട് ട്രീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഡീറ്റെയിൽസ് താഴെ ഉണ്ടാകും. പിന്നെ 3 ഹെൽപ്ഫുൾ ഫാക്ടേഴ്സ്, അതും ഇങ്ങനെ ഒരു ഫ്ലോ ഡയഗ്രാം പോലെ കൊടുത്തിട്ടുണ്ട്. റിക്കവറി, അങ്ങനെ 3 ഹെൽപ്ഫുൾ, ലോങ് ടേം റിക്കവറിക്ക് ഹെൽപ്ഫുൾ ആകുന്ന 3 ഫാക്ടേഴ്സ് അതൊക്കെയാണ്. പിന്നെ പീപ്പിൾ ഹൂ നീഡ് സ്പെഷ്യൽ അറ്റൻഷൻ ആൻഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ബുള്ളറ്റ് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് വായിച്ചിട്ട് വരാം. പിന്നെ ഡൂസ് ആൻഡ് ഡോൺസ്, അതൊരു ടേബിള് പോലെ, കമ്പാരിസൺ ടേബിള് പോലെ കൊടുത്തിരിക്കുന്നതെന്ന് തോന്നുന്നു. അതും ഒന്ന് വായിച്ചു വരാം. ആർക്കെങ്കിലും ക്ലാസ് എടുക്കണം, ലീഡ് ചെയ്യണം തോന്നുവാണെങ്കിൽ എടുക്കാം. പിന്നെ ആക്ഷൻ പ്രിൻസിപ്പിൾ 3 കാര്യങ്ങൾ, ലുക്ക്, ലിസൺ ആൻഡ് ലിങ്ക്. ഇത്രയുമാണ് അന്ന് റീഡ് ചെയ്യേണ്ടതായിട്ട് കാര്യങ്ങൾ. ഓക്കെ, അപ്പം ആദ്യം 7 ടീംസ്, പിന്നെ ലോങ് ടേം റിക്കവറിക്കുള്ള 3 ഫാക്ടേഴ്സ്, പിന്നെ ഡൂസ് ആൻഡ് ഡോൺസ് ഉണ്ട്. മുമ്പ് എങ്ങനെയുള്ള ആളുകൾക്കാണ് സൈക്കോളജിക്കൽ PFA നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്, പിന്നെ ഡൂസ് ആൻഡ് ഡോൺസ്, പിന്നെ ആക്ഷൻ പ്രിൻസിപ്പിൾസ്, ലിസൺ, ലുക്ക്, ലിസൺ, ലിങ്ക്. അത് ഇത്രയും കാര്യങ്ങളാണ് വായിക്കാൻ പറഞ്ഞത്. പറ്റുന്ന അത്രയും വായിച്ചിട്ട് വരൂ, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ആർക്കെങ്കിലും ക്ലാസ് എടുത്ത് നോക്കണം, ഞാൻ ഈ ടോപ്പിക് എടുക്കാം, ഒരു പുതിയ ടോപ്പിക് ആണല്ലോ അല്ലെ, അത് എടുക്കാം എന്ന് തോന്നുവാണെങ്കിൽ യു ക്യാൻ ടേക്ക് ദ ക്ലാസ് ഓർ ലീഡ് ദ ക്ലാസ്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാം. സൈൻ ഔട്ട് ഉണ്ടോ? അതിനു മുമ്പ് എന്തോ ഒരു ഡൗട്ട് പറഞ്ഞല്ലോ, റെക്കോർഡ് കലണ്ടറിനെ കുറിച്ച്. പറഞ്ഞു, ചോദിച്ചു. മാം, അതിനകത്ത് പിക്ചർ ഒട്ടിക്കണോ ചൈൽഡ് ലേബറിനെ കുറിച്ച്, അതോ നോട്ട്സ് ആയിട്ട് എന്തെങ്കിലും എഴുതിയാ മതിയോ? 12 മന്തില് കോഴ്സ് എഴുതിയാൽ മതി. നമ്മൾ കുട്ടികളുടെ എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യുന്നതും കുട്ടിയെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കോഴ്സുകൾ എഴുതിയാൽ മതി. ഓക്കെ മാം, അത് പടം ഒട്ടിച്ചില്ല, അതുകൊണ്ട് മാമിനോട് സംശയം ചോദിച്ചു. പിക്ചർ ഒട്ടിച്ചാലും കുഴപ്പമൊന്നുമില്ല, പിക്ചറും ഒട്ടിക്കാം, കോഴ്സും രണ്ടും ഒരുമിച്ച് ചെയ്യാം, ഏതെങ്കിലും ഒന്ന് ചെയ്യാം. പക്ഷെ നമ്മൾ പിക്ചർ ഒട്ടിച്ചാലും കുട്ടികളെ നമ്മൾ എൻഹാൻസ് ചെയ്യുന്ന, അവരെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള പിക്ചേഴ്സ്, അവർ ഹാപ്പി ആയിട്ട് സ്കൂളിൽ പോകുന്നതോ അങ്ങനെ അവർ കളിക്കുന്നതോ അങ്ങനെയൊക്കെ, അല്ലാണ്ട് അവര് ലേബർ, അതായത് കല്ല് ചുമക്കണത് ഒരു സൈഡിൽ കാണിച്ചാൽ ഇപ്പുറത്തെ സൈഡിലേക്ക് അതേ കുട്ടി തന്നെ സ്കൂളിലേക്ക് ഹാപ്പി ആയി പോണത് ഉള്ള മാറ്റം, അതൊക്കെ ട്രാൻസിഷൻ ഒക്കെ നമുക്ക് വേണമെങ്കിൽ കാണിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ മാം, ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. മാം, നമ്മുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനായിട്ട് മാം പറഞ്ഞായിരുന്നു, ഓർപ്പിക്കണം മാം. ഓക്കെ ഓക്കെ സുധി, താങ്ക് യു. ഞാൻ ക്വസ്റ്റ്യൻ കിട്ടണം എന്നുള്ളതല്ലേ, അതല്ലേ? അതുപോലെ മാം പറഞ്ഞായിരുന്നല്ലോ, പഴയ ബാച്ചിന്റെ കറക്ഷൻ തീർന്നു കഴിഞ്ഞിട്ട് മാം നമ്മളോട് പറയുന്നു. അപ്പൊ ഈ കഴിഞ്ഞ മാസം അവസാനം ആകുമ്പോഴത്തേക്ക് ഒന്ന് ഓർപ്പിക്കാൻ പറഞ്ഞായിരുന്നു. ഓക്കെ, താങ്ക് യു. Okay, then have a nice day. Thank you so much. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. മാം സൈൻ ഔട്ട് ഞാനാണ്. എന്തായാലും പോലെ സൈൻ ഔട്ട് ഉണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ മാം ആൻഡ് ഡിയർ ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ മെന്റൽ ഹെൽത്ത് എന്ന ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്തത്. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊഫഷണൽ ട്രേറ്റ്സ് ഓഫ് എ മെന്റലി ഹെൽത്തി ടീച്ചർ, അതിലുള്ള പോയിന്റ്സിനെ പറ്റി വിശദീകരിച്ചു. പിന്നെ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് PFA പറ്റി മാം ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. പിന്നെ റിയൽ ലൈഫ് സ്റ്റോറീസ് പറഞ്ഞു. ക്ലാസ് വളരെ ക്ലിയർ ആയിരുന്നു, ഹെൽപ്ഫുൾ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. Thank you.